അവനെന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ മണികണ്ഠനാണ്. എൻ്റെ ആദ്യത്തെ ചിത്രം കമ്മട്ടിപ്പടം ഇന്നലെ റിലീസായി. അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ബാലഞ്ചേട്ടാന്ന് വിളിച്ചാണ് തുടങ്ങിയത് തന്നെ. ആര് വന്നാലും ഇടിക്കുമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ണം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സ്റ്റണ്ട് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. റിഹേഴ്സലൊക്കെ ചെയ്തതാണ് ഞാൻ പോയത്. പക്ഷേ പോയപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. എന്താ പറയുക, സിറ്റുവേഷൻ കൊണ്ട് അത്യാവശ്യം ഗുണ്ടപ്പണിയും ചാരായം കടത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഇപ്പോൾ കാണുന്ന സ്ഥലം ഒരു കമ്മട്ടിപ്പാടം തന്നെയാണ്. എന്നാൽ ഒതുക്കമുണ്ടായിരുന്നു, ആളുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ആൾ മാറും. രാജീവേട്ടൻ പൊതുവെ അങ്ങനെ ഇപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഭയങ്കര വലിയൊരു റിയാക്ഷൻ നടന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. തൃപ്പൂണിത്തുറയിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. ഞാനൊരു 10-11 വയസ്സ് മുതൽ നാടകമാണ്, തെരുവ് നാടകങ്ങളും പിന്നെ ബാസബരി എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾക്കൊരു നാടക സമിതി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ ചെന്നൈയിലായിരുന്നു. എഡിറ്റർ ബി ലെനിൻ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്നു. മദ്രാസിലെ തിയേറ്റർ ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെ പഠിച്ചു, ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എൻ്റെ നാടക സുഹൃത്തുക്കൾ വിജയകുമാർ, സുജിത്ത് എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കൾ. അവർ കമ്മട്ടിപ്പാടത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. കാസ്റ്റിംഗ് ഡയറക്ടറാണ് വിജയകുമാർ, അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് സുജിത്ത്. അപ്പോൾ അവരാണ് രാജീവേട്ടനെ പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് ഒരു കറുത്ത ആൾക്കാരുടെ കാസ്റ്റിംഗാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ബാലൻ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യൻ, എല്ലാ രുചികളും ഉള്ള നമ്മളെപ്പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു എന്താ പറയുക, സിറ്റുവേഷൻ കൊണ്ട് അത്യാവശ്യം ഗുണ്ടപ്പണിയും ചാരായം കടത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ അയാൾ ഗുണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രിമിനലൊന്നും അല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല ഒരിക്കലും. കാലഘട്ടങ്ങൾ പറയുന്നൊരു സിനിമയാണ്. 3 കാലഘട്ടങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ 2 കാലഘട്ടത്തിൽ ഞാൻ വരുന്നുണ്ട്. എൻ്റെ ഒരു 30 വയസ്സ്, 30-35 വയസ്സും 40-45 വയസ്സും കാണിക്കുന്നുണ്ട്. 80s 90s. അതിൽ 80s ചെയ്യുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. റബ്ബർ പന്ത് പോലെ ഇങ്ങനെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇടിക്കും, ആര് വന്നാലും ഇടിക്കും എന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒതുങ്ങി തുടങ്ങി മച്ചാൻ. അതായത് കുറച്ച് കുടുംബമായിട്ട് ജീവിക്കണം, കുട്ടികളുണ്ടാവണം, അങ്ങനത്തെ സീനൊക്കെ വന്നു തുടങ്ങി. പേടിയൊക്കെ വന്നു തുടങ്ങി. എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ള പേടി, പിള്ളേരുടെ കൂടെ നടക്കുന്ന പിള്ളേരെ കുറിച്ചുള്ള ചിന്ത. അങ്ങനെ അപ്പോൾ പക്വമായി, കുറച്ചും കൂടി പക്വത വന്നു. ഇപ്പോൾ രണ്ടും എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ശരീരം ഒന്ന് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 80s ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും യോഗയും ജിമ്മും ഒക്കെ ആയിട്ട് കുറച്ച് വെയിറ്റ് കുറച്ചു. അത് കഴിഞ്ഞ് പിന്നെ 41 വയസ്സ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ 40 കാലഘട്ടങ്ങൾ കാണിക്കുമ്പോൾ വയറൊക്കെ ചാടിയിട്ട് കുറച്ച് വണ്ണം വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ണം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സ്റ്റണ്ട് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റണ്ട് മാസ്റ്റർ ദിലീപ് സുബ്രഹ്മണ്യൻ സാറ് വന്നിട്ട് ഒരു തവണ കാണിച്ചു തരും. അത് കഴിഞ്ഞൊരു റിഹേഴ്സൽ നോക്കും, ടേക്കായിരുന്നു. ആദ്യമായിട്ട് രാജീവേട്ടനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് പോയത്. രാജരവി എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടറെ കാണാൻ പോകുന്നു. എന്തായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്, ഓഡീഷൻ ഉണ്ടാവുമോ, എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കുമോ, അങ്ങനെ ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തതാണ് ഞാൻ പോയത്. പക്ഷേ പോയപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി.
പുള്ളി വളരെ സിമ്പിളായിട്ട് എൻ്റെ തോളത്ത് കയറ്റിട്ട് മണി അത് നമ്മൾ ചെയ്യാൻ പോണത് ഇന്ന സാധനമാണ്. അപ്പോൾ ഈ ബാലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ ഞാൻ ഓക്കെ ആയി. എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അത്ര പോലും ടെൻഷൻ ഇപ്പോഴും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്നപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വളരെ ഫ്രീ ആയിരുന്നു. എന്നെ അഴിച്ചു വിട്ടേക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഒതുക്കമുണ്ടായിരുന്നു, ആളുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിടും പിടിക്കും എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം തോന്നും. ക്യാരക്ടർ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ 90 എന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുള്ളതാണ്. 90 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഈ സ്ഥലം, ഇപ്പോൾ കാണുന്ന സ്ഥലം ഒരു കമ്മട്ടിപ്പാടം തന്നെയാണ്. ഇത് പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതല്ല, കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് ഈ പച്ചപ്പ് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ എൻ്റെ റോൾ മോഡലായിട്ടുള്ള കുറേ ചേട്ടന്മാരുണ്ട്. ഈ തോപ്പിൽ, പനക്കിൽ, മോനപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാൻ ഈ ബാലൻ ചേട്ടനെ പോലെ ഞാൻ ആരാധിച്ചിരുന്ന പല ചേട്ടന്മാരുണ്ട്. അതൊക്കെ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പേടികളിൽ രാജീരവി ആയിട്ടുള്ള എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി, പിന്നെ അന്ന് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റായതിൻ്റെ പേരിൽ നാടകം അഭിനയം വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ദുൽഖറുമായിട്ട് എങ്ങനെയായിരിക്കും, ദുൽഖർ നമ്മളോടൊക്കെ എങ്ങനെ പെരുമാറും, വലിയൊരു താരമാണ്, ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്ക് ഇഷ്ടപ്പെടാണ്ട് വരുമോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ബാലൻചേട്ടാന്ന് വിളിച്ചാണ് തുടങ്ങിയത് തന്നെ. വളരെയധികം സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. വിനയ് ഫോർട്ട്, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ഷൈൻ ടോം ചാക്കോ, എല്ലാവരും, ആക്ടേഴ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കി എല്ലാവരും കൂടി നമ്മളെ കൈയടിച്ച് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നിന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ നാടകക്കാരനായതിൻ്റെ പേരിൽ എനിക്ക് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ആൾ മാറും. ആൾക്കാരില്ല, നമ്മളിപ്പോൾ അകത്തുള്ള ഷൂട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് തപ്പലായിരിക്കും. പുറത്താണെങ്കിൽ ഭയങ്കര ഫ്രീ ആണ്, ആൾക്കാരുണ്ടാ കയ്യടി വാങ്ങിക്കണം എന്നുള്ളൊരു ത്വരയുണ്ട്. അപ്പോൾ തിയേറ്റർ സീനിൽ ഞാൻ മറന്നുപോയി, ഞാൻ ഷഡ്ഡിപ്പുറത്താണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. കട്ട് പറഞ്ഞിട്ട് ഞാൻ മുണ്ടെടുത്ത് കൊടുക്കാൻ മറന്നുപോയി നിന്ന് ഒരു രംഗമുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു, അതെ കഴിഞ്ഞ് മുണ്ടെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ നിറച്ചും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ ആ ഇടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു. രാജീവേട്ടൻ പൊതുവെ അങ്ങനെ ഇപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഭയങ്കര വലിയൊരു റിയാക്ഷനൊന്നും നടന്ന് പ്രതീക്ഷിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് വളരെ ആവശ്യത്തിനുള്ള പ്രോത്സാഹനം നമുക്ക് പറയുകയോ അല്ലെങ്കിൽ ചിരിച്ച് കാണിക്കുകയല്ല വേണ്ട. എനിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാം സിനിമയിൽ തന്നിട്ടുണ്ട്. പിന്നെ സീനുകൾ നന്നാകുമ്പോൾ തോളത്തുനിന്ന് തട്ടും നന്നായി എന്ന് പറയും. പിന്നെ ദുൽഖർ സാറ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എന്നെപ്പറ്റി എഴുതി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു, മറക്കാൻ പറ്റില്ലാത്തൊരു അനുഭവമായിരുന്നു. എൻ്റെ പേരെടുത്ത്, അതായത് ഞാനും വിനായകൻ ചേട്ടനും ദുൽഖറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോയിസ് ഇവർ രണ്ടുപേരുമാണ്, വിനായകൻ ചേട്ടനും മണികണ്ഠൻ ചേട്ടനും എന്ന് പറഞ്ഞ് സാറിട്ടത്. അത് മറക്കാൻ പറ്റില്ല. അത് എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റാക്കി എൻ്റെ നാട്ടിൽ. സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു, സിനിമാ പ്രവർത്തകർ ഒരുപാട് പേര് വിളിച്ചു. അതിൽ ഡയറക്ടർമാരുണ്ട്, വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2-3 ചാൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ റൈറ്റർ ഉണ്ണിയാറ് വിളിച്ചിരുന്നു, സന്തോഷ് എച്ചിക്കാനും വിളിച്ചിരുന്നു. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസം. എൻ്റെ ജീവിതത്തിൽ ഒരു 10-25 കൊല്ലമായിട്ട് ഞാൻ ഇതേപോലെ സന്തോഷിച്ചിട്ടില്ല. കൊച്ചുട്ടി അച്ചാച്ചൻ്റെയും കാരണവന്മാരുടെയൊക്കെ ശാപമായിരിക്കും. കണ്ടില്ലേ, ചത്തു കഴിഞ്ഞാൽ കൊള്ളി വെക്കാൻ ഒരു കൊച്ചു പോലും ഇല്ല. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ, എൻ്റെ കുഴപ്പമാണോ അത് അവക്കടെ കുഴപ്പമാണെന്ന്. ആർക്കറിയാം, ചെയ്തുകൂട്ടി ഇതൊക്കെ അനുഭവിക്കാണ്ട് പോകാൻ പറ്റുമോ?
എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അമ്മ 3 ചേട്ടന്മാർ, അച്ഛൻ മരിച്ചുപോയി. മൂത്ത ചേട്ടൻ മുരുകദാസ്, രണ്ടാമത്തെ ചേട്ടൻ ഗണേശൻ, മൂന്നാമത്തെ ചേട്ടൻ ശിവദാസ്. ഇവർ 3 പേരും ആർട്ടിസ്റ്റുകളാണ്. മുരുകദാസ് ശില്പിയാണ്, വിഗ്രഹം പണിയൊക്കെയാണ്, സ്വർണ്ണപ്പണിക്കാരനാണ്. രണ്ടാമത്തെ ചേട്ടൻ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുന്ന ആളാണ്, ഡാൻസറാണ്. മൂന്നാമത്തെ ചേട്ടൻ ഭരതനാട്യം കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് മദ്രാസിലെ ഒരു സ്കൂളിൽ ധനഞ്ജയ മാഷിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. കലാ ഫാമിലിയാണ്. അച്ഛൻ കലയുമായിട്ട് ബന്ധമുള്ള ഉടുക്കുപാട്ടും കരകാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്വത്ത് എന്ന് പറയുന്നത് കലയാണ്. വേറെ ഞങ്ങൾക്ക് വീതിക്കാനായിട്ട് അവകാശങ്ങളൊന്നുമില്ല. കലയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ബ്ലഡാണ് അച്ഛൻ തന്ന ഞങ്ങളുടെ സ്വത്ത്. നിങ്ങളാണെല്ലാം. നിങ്ങളില്ലാണ്ട് ഒരു രക്ഷയില്ല. കാരണം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല അത് ഇത്രയും പടം ഹിറ്റായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അവിടെ ഇവിടെ കയ്യടി വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഡയലോഗുകൾ എഴുതാൻ എനിക്ക് ഒരുപാട് ഒരു പുതിയ നടന് എന്താ പറയുക കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി പറഞ്ഞ് ഞാൻ തീർക്കണില്ല, അതെപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവും. എല്ലാവരും സിനിമ കാണണം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഉണ്ട് എന്നെനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ബാലനെ കൈവിടരുത്. നല്ല പടം, കുഴപ്പമില്ല. സൂപ്പർ പടം, സൂപ്പർ. നല്ല പടമാണ്, കുഴപ്പമില്ല. നല്ല പടം, സൂപ്പർ, അടിപൊളി, കലക്കം പടം, അടിപൊളി, പൊളിച്ച് സൂപ്പർ, നല്ല പടം.